നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നു, 2-ൽ ശനി, 4-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ ബുധൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 7-ാം ഭാവത്തിൽ ശുക്രൻ കേതു, 12-ൽ ചന്ദ്രൻ. പലപ്പോഴും ശത്രു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. 12-ൽ ചന്ദ്രൻ വരുമ്പോഴും അങ്ങനെയാണ്. മാതാവിനെയും പിതാവിനെയും ചിന്തിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ വരും. 12-ൽ ചന്ദ്രൻ വന്നാലുള്ള ഫലം അതാണ്. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12-ലെ ചന്ദ്രൻ ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. ഉള്ളിൽ വിഷാദം വരും, തൻ്റെ പിതാവിനെയും മാതാവിനെയും ഒക്കെ ചിന്തിച്ചുകൊണ്ട്. എന്നാൽ ചാപ്നോദികാമം പ്രിയ അല്പപ്രിയത്വം. തൻ്റെ പ്രിയപ്പെട്ടവളോട്, ഭാര്യയോട്, പ്രണയിനിയോട് പ്രിയത്വം വളരെ കുറയും. എന്നുവെച്ചാൽ ആപ്നോതി കാമം, പലപ്പോഴും താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാതിരിക്കുന്ന ഒരവസ്ഥ വരും. എന്താണ് കാരണം? ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരാം. കാരണം 7-ാം ഭാവാധിപൻ സൂര്യനാണ്. അത് ജാതകത്തിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും. വിവാഹപതിയാഗ്രഹം ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവായി വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 7-ൽ ശുക്രനുമുണ്ട്. ആ ശുക്രൻ വരികയാണെങ്കിൽ പലപ്പോഴും ശുക്രേ കളത്രയസ്ഥിതി കാമുകസ്യാത്, താൻ കാമുകനാകും. ദാമ്പത്യത്തിൻ്റെ അപ്പുറത്ത് തനിക്ക് ചില സ്ത്രീബന്ധങ്ങൾ, സ്ത്രീ വിഷയങ്ങളൊക്കെ വരാം. അങ്ങനെ സ്ത്രീ സൗഹൃദത്തിലൂടെ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ശുക്രൻ 7 വന്നാൽ പ്രിയ കലഹ, പ്രിയയുമായിട്ട് കലഹിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സുരദേപ്സുഹു, സുരതത്തിലുള്ള താല്പര്യം വളരെ കൂടും. ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ അകൽച്ച വരുമ്പോൾ ബലാത്കാരേണ ഭാര്യയെ ബലാത്കാരേണ പ്രാപിക്കുവാൻ ശ്രമിച്ചാൽ അത് തനിക്ക് വളരെ മോശകരമായി ഭവിക്കും. പണ്ട് ആചാര്യൻ ചൊല്ലിയിട്ടുണ്ട്, കവിത വനിത ചെയ്വ സ്വയമേ വാഗത വര. കവിത്വം, എഴുതുവാനുള്ള കഴിവും, വനിത സ്ത്രീ, അത് ഭാര്യയായാലും അന്യസ്ത്രീയായാലും സ്വയമേവ തന്നെ തേടി വരണം. ബലാത് അകൃഷ്യമാണ് സരസാ വിരസാ ഭവേത്. ബലാത്കാരേണ പ്രാപിക്കുകയാണെങ്കിൽ തനിക്ക് ഇല്ലാത്ത കവിതാഗുണം, എഴുതാൻ അറിയുമെന്ന് ആഗ്രഹിച്ച് കവിത എഴുതിയാൽ അതാരും ശ്രദ്ധിക്കില്ല. അപ്രകാരമാണ് സ്ത്രീയും. ബലാത്കാരേണ സ്ത്രീയെ പ്രാപിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്നേഹം നഷ്ടപ്പെടും. അത് വിരസമായി മാറും ആ ജീവിതം. പലപ്പോഴും പല പ്രണയബന്ധങ്ങളും കാണും. താൽക്കാലിക താല്പര്യത്തോടുകൂടി അങ്ങ് വന്ന് അവസാനം എന്താകും? അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. എപ്പോഴും തന്നെ പ്രാപിക്കണം. ന രത്നം അന്വേഷ്യതി മൃഗതി ഹി തത് എന്നാണ് പ്രമാണം. രക്തം ഒരിക്കലും അങ്ങോട്ടാരെയും തേടി ചെല്ലുന്നില്ല. രക്തത്തെ ജനങ്ങൾ തേടി വരുന്നു. അപ്രകാരമായിരിക്കണം. നല്ല പൗരുഷമുള്ളവരെ സ്ത്രീജനങ്ങൾ തേടി വരും. ഇവിടെ ശാരീരികമായി ശരീരത്തിൻ്റെ അധോഭാഗങ്ങൾ, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ വരാതെ നോക്കുക. ഭൂമി ലാഭം കാണുന്നുണ്ട്. ഒരു ഭൂമിപരമായ ലാഭം, അല്ലെങ്കിൽ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ, വാങ്ങലും കൊടുക്കലും ഭൂമിപരമായ വിഷയത്തിൽ ഒരു അനുകൂലമായ സമയം കാണുന്നുണ്ട്. അതിനാൽ വീടിൻ്റെ ചിന്ത ഒക്കെ ഭൂമി വാങ്ങുക, വീടിൻ്റെ ചിന്ത അടുത്ത ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതിനെ ഉത്സാഹിക്കുക കുംഭൻ രാശിക്കാർ. ധനം എങ്ങനെയെങ്കിലും വന്നുകൊള്ളും. കാരണം ധനാധിപനായ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, പക്ഷേ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതിനു വേണ്ട ഒരു സാമ്പത്തികമായ സമാഹരണം നടത്തുവാൻ കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു വാരം പര്യാപ്തമാണ്. ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ ഒരു ദാമ്പത്യ ഐക്യമത്യ സൂക്തം ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ
ദാമ്പത്യ മുട്ട് വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് പറയട്ടെ. നന്ദി, നമസ്തേ.